അപ്പം ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രായമാകുമ്പോൾ ആ പിള്ളേരെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കും. ഒരു മകളും മകനും പഠിക്കുന്ന സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ, അന്നത്തെ സെക്സ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. കോണ്ടം എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ക്ലാസ് എടുത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ, അത് കേട്ടോണ്ടിരിക്കുന്ന അപ്പൻ ശരിയാടാ, ഓക്കെ, നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയൊരു ലോകത്തിലൊക്കെ മകനോട് സംസാരിക്കും. മകളാണിത് വന്ന് പറഞ്ഞെങ്കിൽ ഇത് സീനായിരിക്കും അറിയോ, ഒരു ആവറേജ് പേരൻസ് ചെയ്യുന്ന പണി. എന്നിട്ട് അത് അമ്മയാണ് അടുക്കളയിൽ നിന്ന് കേട്ടെങ്കിൽ അപ്പൻ അത്രയും പറയല. എന്നിട്ട് നീ എന്താ കണ്ടേ ചെയ്യുന്നത്, നീ എങ്ങനെയാണ് കണ്ടത്, നീ പഠിച്ചോ, നീ എന്താ പഠിച്ചേ, നീ അത് കണ്ണടച്ചിരുന്നില്ലേ, എൻ്റെ അമ്മോ, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യം. ആ കൊച്ചിൻ്റെ കൂപ്പടിക്കും. അവർ ആ കുട്ടികളുമായിട്ടൊന്ന് സന്തോഷത്തിൽ ഇടപെട്ട് കുട്ടികളെല്ലാം ഒന്ന് പറയും. ഇത് നേരെ തിരിച്ചാണ്, ഒന്നും മിണ്ടിയല്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും, തെറ്റല്ല കേട്ടോ, സോറി ഒന്നും വിചാരിക്കരുത്. ഒരാൾ നൈറ്റ് പോകും, ഒരാൾ ഡേയും പോകും. അവർ ആ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. ഈ തുടക്കം മുതലേ ഇത് തന്നെയല്ലേ പരിപാടി. പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? അവർ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് പിള്ളേരുടെ കാര്യത്തിൽ അവിടെ ചെന്നിട്ടുള്ള ഹാൻഡ് ഓവർ എടുക്കണ്ടേ ജോലി സ്ഥലത്ത്? അതിന് പകരം വീട്ടിൽ നിന്നുള്ള ഹാൻഡ് ഓവർ ആദ്യം കൊടുത്തിട്ട് പോകും. ചെറിയ പിള്ളേരാണെങ്കിൽ പറയും, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ബാക്കി ഫ്രിഡ്ജിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചോദ്യമാണ്, ഒത്തിരി നാളായിട്ട് ഇതെനിക്ക് ചോദിക്കാൻ ആപ്റ്റായിട്ടുള്ള ആൾ മാത്യു ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം ഒരു 30-നും 33-നും ഇപ്പം മക്കളുണ്ടായ ടീംസാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങളിരിക്കുമ്പോൾ ഒരു ഡിബേറ്റ് പോലെ ഞങ്ങളുടെ ഇടയ്ക്കുള്ളൊരു ടോക്കാണ്. ചിലർ വാദിക്കും മക്കൾ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകണം, ഇവിടുത്തെ കൾച്ചർ ശരിയല്ല. ചിലർ പറയും ഇല്ല ഇവിടെയാണ് നല്ലത്. അപ്പം ഞങ്ങളുടെ ഇടയിൽ തന്നെ അതെപ്പോഴും ഒരു ടീം നാടിന് പറയണവരുണ്ട്, അവിടെയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മയുണ്ട്, മുത്തശ്ശനെ കണ്ടുപിടിക്കാം, ഒത്തിരി നമുക്ക് തന്നെ നാടിൻ്റെ മൂല്യങ്ങളുണ്ട്, ഇവിടെ നമുക്ക് ഫാമിലി മൂല്യങ്ങളില്ല, സത്തില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പം മാത്യു ചേട്ടൻ്റെ മക്കൾ ഇവിടെ വളർന്ന് ഇപ്പോൾ മാരീഡുമാണ്. മാത്യു ചേട്ടൻ ഈ ഇരിക്കുന്ന ആൾ ഒരു ഗ്രാൻഡ് ഫാദർ കൂടെയാണ് കേട്ടോ. അപ്പോൾ മാത്യു ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്യു ചേട്ടന് ഇതിനൊരു പറ്റിയൊരു ആൻസർ എന്താണ് പറയാനുള്ളത്? ഞാനൊരു ഗ്രാൻഡ് ഡാഡിയാണ്. അത് പറയുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് നേരത്തെ പിള്ളേരുണ്ടായി, അപ്പം അതുകൊണ്ട് ഞാൻ ചെറുപ്പമാണ് ഇപ്പോഴും എന്ന് പറയും കേട്ടോ. കാരണം എൻ്റെ മനസ്സിൽ ചെറുപ്പമാണ് ഞാൻ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, ആദ്യകാലത്ത് വന്നിട്ടുള്ള ഞങ്ങളുടെ ആ ഏജിൽ വന്നിട്ടുള്ള ആളുകൾ ഒത്തിരി അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മക്കളെ കൂടുതലും ഒത്തിരി സ്ട്രിക്റ്റാക്കി വളർത്തിയ പേരൻസ് ഉണ്ട്, എനിക്കറിയാം. അങ്ങനെ സ്ട്രിക്റ്റാക്കി വളർത്തി അവരൊരു കൾട്ടിലാക്കി വളർത്തി. എന്നിട്ട് അവർ മിണ്ടാൻ മേല, ഒരാണുങ്ങളോട് പറയാൻ മിണ്ടാൻ മേല. ആൺപിള്ളേരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പെൺപിള്ളേരാണെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം. മകളാണോ വലിയ പ്രശ്നമാണ്, മകനാണോ അവൻ എന്ത് കൂട്ടുകാർ കൂടിപ്പോയാലും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇങ്ങനെ വന്ന് അവരെ അവസാനം വിടുന്ന് ഈ പൂച്ച എലിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ കുറേ പേരൻസ് എനിക്കറിയാം നാട്ടിൽ കൊണ്ട് പിള്ളേരെ ചേർത്തവരുണ്ട്. അവസാനം നാട്ടിൽ ചെന്ന്, ഇവിടെ ഒരു 2-3 വർഷമൊക്കെ പഠിച്ച പിള്ളേരെയാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഐസിനകത്തെടുത്ത് തീക്കട്ടയിലിരുത്തിട്ടുണ്ട്. ഞാൻ വെതറിനെ അല്ല പറയുന്നത്, സിറ്റുവേഷൻസ്. ഇവിടെ പഠിക്കുന്ന സമ്പ്രദായം വേറെയാണ്, വളരെ സ്മൂത്താണ്, വളരെ സോഫ്റ്റാണ്, വളരെ പീസ്ഫുള്ളാണ്. നാട്ടിലത്തെ രീതി വേറൊരു രീതിയാണ്. കഴുതയുടെ പുറത്ത് മാണ്ടക്കെട്ട് വെച്ചുകൊണ്ട് പോകുന്ന പോലെ സ്കൂളിലേക്ക് പോകും. അവിടുന്ന് അവസാനം തിരിച്ച് കുറേ ഹോംവർക്കുമായിട്ട് വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നുള്ള അപ്പൻ്റെ അമ്മയുടെ മക വേറൊരു പഠിപ്പീര്, ട്യൂഷനോട് ട്യൂഷൻ, പിള്ളേരെ മുഴുവൻ ഭ്രാന്തിയാക്കും. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. ആ പിള്ളേർ നല്ല സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഡിപ്രഷനായി. എത്ര പിള്ളേർ ഡിപ്രഷനായിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ടുള്ള ചരിത്രം ഉണ്ടെന്നറിയോ? ഇങ്ങനെയുള്ള കാരണവന്മാർ കാണിക്കുന്ന ചില പണികളായത്. അതിന് ഞാൻ പറയുന്ന മക്കളെ അല്ല എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ഈ കാരണവന്മാരെയാണ്. അവരാദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് വരാൻ പഠിക്കുക. അവർ ശരിക്കും പഠിക്കട്ടെ എന്താണ് ഈ എൻ്റെ മക്കൾ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം, നാട്ടിൽ പോയി നിന്നാലും ശരിയാവുള്ളൂ. നാട്ടിന് എന്താ ഇതൊന്നും കിട്ടിയല്ല, നാട്ടിൽ സ്കൂളിൻ്റെ മുമ്പിലല്ല, സ്കൂളിനകത്ത് വെച്ചാണ് ഈ പറഞ്ഞ സാധനങ്ങൾ മയക്കുമരുന്ന് വിൽക്കുന്നതെന്നല്ലേ നമ്മൾ കേട്ടെ. ഇവിടെ കൃത്യമായിട്ട് അതിനെല്ലാം കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് നിയമങ്ങളുണ്ട്. ഇവിടെ 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് കടയിൽ നിന്നും, ഒരു ഓഫ് ലൈസൻസ് കടയിൽ നിന്ന് ഒരു സാധനവും കിട്ടിയാൽ, ഈ പറഞ്ഞ സ്മോക്കിംഗ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽക്കോളൊന്നും കിട്ടിയാൽ, ആൽക്കോളിന് അതിനും കൂടുതൽ ഏജ് വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള സേഫ് ഗാർഡിംഗ് ഉണ്ട്. നാട്ടിൽ എന്ത് സേഫ് ഗാർഡിങ്ങാണ് ഉള്ളത്? നാട്ടിൽ ചിൽഡ്രൻ സേഫ് ഗാർഡിങ് എന്താണ് ഇത്ര പ്രോപ്പറായിട്ടുള്ളത്? അപ്പോൾ അവിടെ എത്ര സേഫ് ആണെന്നാണ് ഈ പറയുന്നത്? അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്പിനെ ആദ്യകാലം മുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് തിരുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന നാടിൻ്റെ അവസ്ഥ. എന്നിട്ട് അപ്പനും അമ്മയും ഇവിടെ നിൽക്കുക, മക്കളെ അവിടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് അവിടെ കൊണ്ടുപോയിടുക. ഈ ഗ്രാൻഡ് പേരൻസിന് ഈ മക്കളുടെ പുറകെ നടക്കാൻ പറ്റും? പോട്ടെ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും മക്കളുടെ പുറകെ നടക്കാൻ പറ്റും ഒരു കാലം കഴിഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞാൽ?
അപ്പോൾ പിന്നെ മക്കൾ എവിടെയാണ് ഈ സേഫ് എന്ന് പറയുന്നത്? അതിലും ഭേദം എന്നാണെന്നറിയോ, മക്കളെ നല്ലൊരു കൂട്ടുകാരായിട്ട് വളർത്താൻ പഠിപ്പിക്കുക. നമ്മൾ പഠിക്കുക, മക്കൾ നമ്മുടെ കൂട്ടുകാരായിട്ടിരിക്കട്ടെ. അവർക്ക് എന്തും വന്ന് തുറന്നു പറയാനുള്ളൊരു വേദി വീട്ടിൽ കൊടുക്കണം. അവരെ മനസ്സിലാക്കി. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രായമാകുമ്പോൾ ആ പിള്ളേരെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കും. ഒരു മകളും മകനും പഠിക്കുന്ന സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ, അന്നത്തെ സെക്സ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ മകൻ അപ്പനോട് ഒന്ന് പറയാ, ഡാഡി ഇതേ ഇന്ന് ഇങ്ങനെയായിരുന്നു, പിന്നെ കോണ്ടം എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ക്ലാസ് എടുത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ, അത് കേട്ടോണ്ടിരിക്കുന്ന അപ്പൻ ശരിയാടാ, ഓക്കെ, നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയൊരു ലോകത്തിലൊക്കെ മകനോട് സംസാരിക്കും. മകളാണിത് വന്ന് പറഞ്ഞെങ്കിൽ സീനായിരിക്കും അറിയോ, ഒരു ആവറേജ് പേരൻസ് ചെയ്യുന്ന പണി. എന്നിട്ട് അത് അമ്മയാണ് അടുക്കളയിൽ നിന്ന് കേട്ടെങ്കിൽ അപ്പൻ അത്രയും പറയല. എന്നിട്ട് നീ എന്താ കണ്ടേ, നീ എങ്ങനെ ചെയ്തേ, അല്ല അവർ ചെയ്യുന്നത് നീ എങ്ങനെയാണ് കണ്ടത്, നീ പഠിച്ചോ, നീ എന്താ പഠിച്ചേ, നീ അത് കണ്ടടച്ചിരുന്നില്ലേ, എൻ്റെ അമ്മോ, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യം. ആ കൊച്ചിൻ്റെ കൂമ്പടപ്പിക്കും. പിന്നെ ആ കൊച്ച് എന്തെങ്കിലും കാര്യം വീട്ടിൽ വന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. അതിനെക്കൊണ്ട് ശബ്ദിപ്പിക്കില്ലല്ലോ. ആ കൊച്ച് സത്യസന്ധമായ കാര്യമല്ലേ വന്ന് പറഞ്ഞത്. എന്നാൽ ആ കൊച്ചുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ പേരൻസ് എന്ത് തയ്യാറാകാത്ത? മോനെ അത് ഇന്നതാണ്, മക്കളെ അത് ഇന്നതാണ്, അതൊരു പ്രിക്കോഷൻ്റെ ഭാഗമാണ്, അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്, അതിനകത്ത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ആ കൊച്ചുങ്ങൾക്കപ്പം നമ്മളോട് കൂടുതൽ താല്പര്യമല്ലേ തോന്നുള്ളൂ. ആ സ്ഥാനത്താണ് ഈ പറഞ്ഞ പണി പറഞ്ഞു കൊടുക്കുന്നത്. പിള്ളേരാരെങ്കിലും വീട്ടിൽ വന്ന് എന്തെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ പിള്ളേർക്ക് തുറന്ന് ഇടപെടാൻ പേരൻസ് ആരെങ്കിലും ഈ പറഞ്ഞ കുട്ടികളുടെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ ചിലവഴിക്കുന്നുണ്ടോ? മക്കളെ ഇന്ന് ആരെയാ കണ്ടേ, ഇന്ന് സ്കൂളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചർമാരൊക്കെ എന്താണ് പഠിപ്പിച്ചത്, അവരൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ ആണോ പോകുന്നത്, കൂട്ടുകാരൊക്കെ തമ്മിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്കൂളിൽ, നീ പഠിക്കുന്ന ക്ലാസ്സിൽ ആരൊക്കെയാണുള്ളത്, അവരുടെയൊക്കെ പേരെന്നാ, അവരൊക്കെ നിന്നോട് എങ്ങനെ ഇടപെടുന്നത്, അവരൊക്കെ നല്ലവരല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവർ ആ കുട്ടികളുമായിട്ടൊന്ന് സന്തോഷത്തിൽ ഇടപെട്ട് കുട്ടികളെല്ലാം ഒന്ന് പറയും. ഇത് നേരെ തിരിച്ചാണ്, ഒന്നും വേണ്ടിയല്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും, തെറ്റല്ല കേട്ടോ, സോറി ഒന്നും വിചാരിക്കരുത്. ഒരാൾ നൈറ്റ് പോകും, ഒരാൾ ഡേയും പോകും. അവർ ആ ഒരു ഓട്ടപ്രദർശനമാണ്. ഈ തുടക്കം മുതലേ ഇത് തന്നെയല്ലേ പരിപാടി. പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? അവർ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് പിള്ളേരുടെ കാര്യത്തിൽ അവിടെ ചെന്നിട്ടുള്ള ഹാൻഡ് ഓവർ എടുക്കണ്ടേ ജോലി സ്ഥലത്ത്? അതിന് പകരം വീട്ടിൽ നിന്നുള്ള ഹാൻഡ് ഓവർ ആദ്യം കൊടുത്തിട്ട് പോകും. ചെറിയ പിള്ളേരാണെങ്കിൽ പറയും, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ബാക്കി ഫ്രിഡ്ജിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഫ്രിഡ്ജിൽ നോക്കിക്കോ, ഞാൻ പോവുക, അല്ലേ അവിടുത്തെ എൻ്റെ ഹാൻഡ് ഓവർ മുടങ്ങും എന്നും പറഞ്ഞ് അവരോടും. ഇത് ജീവിതത്തിൻ്റെ ഒരു ചക്രമാണ്. പക്ഷേ ആ കൂട്ടത്തിൽ മക്കളുടെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അതല്ലെങ്കിൽ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. അവർക്ക് തുറന്നു പറയാൻ ആളില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അവർ കൂട്ടും കൂടി അവർക്ക് വീടെന്ന് പറയുന്നൊരു വേദിയായി മാറില്ല. എല്ലാം തുറന്നു പറയുന്ന ഒരു വേദിയായി കുടുംബം മാറണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്നറിയോ? മക്കൾക്ക് പേരൻസിനെ പേടിയില്ലാതെ വളരണം. മക്കൾക്ക് ബഹുമാനം മതി, സ്നേഹം മതി. എന്തിനായി പേടിക്കുന്നത്? അപ്പനെയും അമ്മേനെയും പേടിക്കുന്നത് എന്തിനാ? അവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇത് നേരെ തിരിച്ച് ചെയ്യുന്ന പേരൻസിൻ്റെ മക്കൾ ചെയ്യുന്ന പണി എന്നാണെന്നറിയോ? അവരാ മറ്റേ പാട്ട് പാടും, ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാടാൻ വാടാ മോനെ വാടി മോളെ. നമുക്ക് വിളയാടാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ വിളിക്കും, ഡാഡി മമ്മി വീട്ടിലില്ലാത്തപ്പോൾ എല്ലാവരെയും അടിച്ച് പൊളിക്കും അവർ. എന്നിട്ടോ അവരറിയയില്ല, ഒന്നും അറിയില്ല. അതേസമയം മാത്യു ചേട്ടൻ പക്ഷേ ഇപ്പോൾ ബി ഓപ്പൺ. മാത്യു ചേട്ടൻ ഇത്ര ഓപ്പണായിട്ട് നമ്മളോട് സംസാരിക്കും. ഞാനൊക്കെ ആണെങ്കിലും കൊച്ചിനോടൊന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ പറയണം, നിന്റെ പേടി നീ കളയണ്ട, ടഫ് ലുക്കിൽ തന്നെ നിൽക്കാനാണ് പറയണത്. എന്താ അതിൻ്റെ കാരണം? അല്ല, എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ കൊച്ചു ചോറ് തിന്നൂലേ, ഇപ്പം നമ്മുടെ ഒരു ടഫ് ലുക്കിലാണ് എല്ലാ കാര്യവും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. മക്കളെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. കാരണം നമുക്ക് കിട്ടുന്ന തുച്ഛമായ സമയത്തിനുള്ളിൽ ഈ മക്കൾ ഇത് ചെയ്തേ പറ്റൂ. അതിന് പകരമാണ് ഈ ടഫ് ലുക്കിൽ നമ്മളായിത്തീരുന്നത്. അത് തെറ്റാണ്. നമ്മൾ യഥാർത്ഥത്തിലൊരു പേരൻ്റ് എന്ന് പറയുന്നത് എന്നാണെന്നറിയോ? നമ്മൾ അവരുടെ കൂടെ കൂട്ടുകൂടിയിരിക്കുക, നമ്മൾ അവരെ പോലെ ഒരാളായിട്ട് മാറുക. അപ്പോൾ ആ മക്കൾക്ക് നമ്മളെ ഭയങ്കരമായിട്ട് അവർ ഒന്നും നിർബന്ധിക്കാതിരിക്കുക. നമ്മൾ മക്കളെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കുക. പക്ഷേ ഈ ചെറിയ ഏജിലേക്ക് ഇത് പോസിബിൾ ആണോ? ഒരു 5 വയസ്സുള്ള കൊച്ചിനോടേക്കും ഇത് പോസിബിൾ ആണോ? അതുകൊണ്ടാണല്ലോ ഈയിടെ ഒരു ഇത് കണ്ടില്ലേ, നിങ്ങളൊരു റീൽ കണ്ടില്ലേ? അപ്പനും അമ്മയും അടുത്തിരിക്കുന്നു, എന്നിട്ട് അമ്മയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു, കുഞ്ഞിൻ്റെ വായി ഭക്ഷണം കൊണ്ടു വെക്കുന്നു, കുഞ്ഞ് കഴിക്കുന്നില്ല. അപ്പൻ്റെ ചെള്ളക്കുറ്റി തീർത്ത് അമ്മ 2 അടി കൊടുത്തു. എന്നിട്ട് ഈ അപ്പന് വായി വെച്ച് കൊടുത്തു. അപ്പം പെട്ടെന്ന് വായിൽ ആ ഭക്ഷണം മേടിച്ച് കഴിച്ചു.
അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചു. ഇത് ചൈനയിൽ നിന്ന് വന്ന ഒരു റീലാണ്. എന്താ കാരണം എന്നറിയോ? അപ്പനിട്ട് അടി കൊടുത്തത് ഈ കുഞ്ഞ് കണ്ടു. അപ്പം ഞാനിത് കഴിച്ചില്ലെങ്കിൽ എനിക്കിട്ട് അമ്മ ചള്ളക്കുറ്റിക്കിട്ട് അടിക്കുമെന്നാണ് കുഞ്ഞ് മനസ്സിലാക്കിയത്. എങ്ങനെയുണ്ട്? ആദ്യം അപ്പന് വായി വെച്ച് മനസ്സിലായ സംഭവം. അപ്പം അപ്പൻ്റെ ചള്ളക്കുറ്റി തീർത്ത് ഈ ഭാര്യ 2 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുത്തു. അപ്പം എന്നിട്ട് വായി കൊടുത്തപ്പോൾ പെട്ടെന്ന് അപ്പം മേടിച്ച് കഴിച്ചു. ആദ്യം ഇങ്ങനെ കാണിച്ചു, കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. ഭക്ഷണം ഇങ്ങനെ അപ്പന് കൊടുത്തു പറഞ്ഞു. ഒറ്റ അടി കൊടുത്തു, ചള്ളക്കുറ്റി തീർത്ത് 2 അടി കൊടുത്തു. അത് കഴിഞ്ഞപ്പം പിന്നെയും കൊടുത്തു. അപ്പം വാ തുറന്നു. അത് ഈ കുഞ്ഞ് അമ്മയുടെ മടിയിരിക്കുന്ന കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിൻ്റെ കൊണ്ടുവന്ന വായു മേടിച്ചു. എന്നാ പറയുക, എനിക്കിട്ട് ഇതുപോലെ കിട്ടുമെന്ന് കുഞ്ഞ്. അപ്പോൾ കുഞ്ഞ് പേടിച്ചിട്ടാണ് ആ ഭക്ഷണം കഴിച്ചത്. സ്നേഹിച്ചിട്ടാണോ? അല്ല. കുഞ്ഞിന് ആവശ്യമുണ്ടായിരുന്നോ? കുഞ്ഞിന് നീഡായിരുന്നെങ്കിലോ ആ കുഞ്ഞ് മേടിച്ച് കഴിക്കുമായിരുന്നു. നീഡല്ലെങ്കിൽ വേണ്ട. ഫോഴ്സ് ഫീഡിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചോദ്യത്തിനുള്ള ആൻസർ ഫോഴ്സ് ഫീഡിംഗ് ആണ്, ഫോഴ്സ് ലവ് ആണ്, ഫോഴ്സ് ബൗണ്ടിങ് ആണ്. നോ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ റോങ് മെത്തേഡ്. ചെയ്യരുത്. ഇതിൻ്റെ സൈക്കോളജി ഒന്നും പ്രത്യേകിച്ച് പഠിക്കണ്ട. പേരൻറ്റിങ് പഠിച്ചാൽ മതി. പേരൻറ്റിങ് അറിയണം എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡാണ് എല്ലാവരും, ഞാൻ സമ്മതിക്കുന്നു, ഇൻക്ലൂഡിങ്